ഹായ്, എല്ലാവർക്കും ടാരോ 96ലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്ന റീഡിംഗ് നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിനെ നിങ്ങൾ മീറ്റ് ചെയ്തോ ഇല്ലേ എന്നുള്ളതാണ്. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കുന്നതാണ്. പിന്നെ കോമ്പാറ്റബിലിറ്റി എങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ 2 കാർഡ്സ് വെച്ചിട്ടുണ്ട്. ഇത് കാർഡ് നമ്പർ 1. ഓക്കെ, ഇത് കാർഡ് നമ്പർ 2. അപ്പോൾ നിങ്ങൾക്ക് ഏത് കാർഡിനോടാണ് അട്രാക്ഷൻ തോന്നുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ഇൻറ്റ്യൂട്ടീവ്ലി ഒരു കാർഡ് ചൂസ് ചെയ്യുക. ഓക്കെ, മെഡിറ്റേറ്റ് ചെയ്ത് ഒന്ന് ഡീപ്പ് ബ്രെത്ത് എടുത്ത് ഒരു കാർഡ് ചൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ പൈൽ നമ്പർ 1ൻ്റെ റീഡിങ്ങിലേക്ക് പോവാം. കാർഡ് നമ്പർ 1 ചൂസ് ചെയ്തവരുടെ റീഡിംഗ് ആണ് ആദ്യം. ഈ ഒരു കാർഡ് ചൂസ് ചെയ്തവരുടെ റീഡിംഗ് ആണ് ആദ്യം. ഓക്കെ, ഓക്കെ, അപ്പോൾ പൈൽ നമ്പർ 1 നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിനെ കണ്ടെത്തിയോ, കണ്ടുമുട്ടിയോ? നോൺ പേഴ്സണൽ, നിങ്ങൾക്ക് അറിയാവുന്ന ആളാണോ? നോക്കാം. നമുക്ക് കാർഡ്സ് എല്ലാം വെച്ചിട്ട് റീഡ് ചെയ്യാം കേട്ടോ. Okay. Okay. ഓക്കെ, പൈൽ നമ്പർ 1 ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് അറിയാമല്ലോ, ഒരു 60% ആൾക്കാർ മീറ്റ് ചെയ്തിട്ടില്ല. ഓക്കെ, ബാക്കി ഒരു 40% മീറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ ഈ വ്യക്തിയുടെ ബേസിക് ക്യാരക്ടേഴ്സ് ഞാൻ പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ കാണുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, കുറച്ചൊരു എന്താ പറയുക, ഞാനെന്ന ഭാവം ഉള്ള ഒരു ആളാണെന്ന് പുറമേ നിന്ന് നോക്കുന്നവർക്ക് തോന്നുന്ന ഒരു വ്യക്തിയാണ്. ഓക്കെ, അത് റിയൽ ലൈഫിൽ അത് സത്യമാകാം, ആകാതിരിക്കാം. ആക്ച്വലി ഈ വ്യക്തി ലൈഫിൽ ഒരു പാർട്ട്ണറിന് വേണ്ടി കുറേ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ നിങ്ങളുടെ ചാർട്ടിൽ എനിക്ക് തോന്നുന്നു ഇവിടെ കിട്ടുന്ന എനിക്ക് ജെമിനായി, ഏരീസ്, വെർഗോ പ്ലേസ്മെൻറ്റ്സ് ഒക്കെ സ്ട്രോങ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. പിന്നെ ഇവിടെ പറയേണ്ട മറ്റൊരു കാര്യം, ഇവിടെ ചില ബ്ലോക്കേജസ് ഉണ്ട്. ഓക്കെ, കാരണം 5 ഓഫ് സോഡ്സും ഹെർമിറ്റ് കാർഡും ഒക്കെ ഉണ്ടായുണ്ട്. ചില ബ്ലോക്കേജസ് കാണുന്നുണ്ട്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ, നിങ്ങളെപ്പറ്റി അല്ലെങ്കിൽ നിങ്ങളെ കാണുന്ന മറ്റുള്ളവരുടെ മനസ്സിലുണ്ടാകുന്ന ഒരു ഫീലിംഗ് എന്താണെന്ന് വെച്ചാൽ, ഈ വ്യക്തി വളരെ കരിയർ ഓറിയൻറ്റഡ് ആണ്, കുറച്ച് സീരിയസ് ആണ്, കുറച്ച് അതായത് ഒരു കാഷ്വൽ അപ്രോച്ചിന് നമുക്ക്
ആൾക്കാർക്ക് വരാൻ മടി തോന്നുന്ന ഒരു പേഴ്സൺ ആണെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അതായത് ഒരുപക്ഷെ നിങ്ങളുടെ ലൈഫ് എക്സ്പീരിയൻസസ് കാരണം നിങ്ങൾ പോലും അറിയാതെ എടുത്തണിഞ്ഞ ഒരു മാസ്ക് ആയിരിക്കാം അത്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സ്ട്രോങ് എക്സ്റ്റീരിയർ വെക്കുമ്പോൾ മാത്രമേ എനിക്കൊരു പ്രൊട്ടക്ഷൻ ഫീൽ ചെയ്യുള്ളൂ എന്ന ഒരു തോന്നലുണ്ടാവാം. ഓക്കെ, പക്ഷേ ഈ ഒരു സ്ട്രോങ് എക്സ്റ്റീരിയറിനുള്ളിൽ സ്നേഹം ആഗ്രഹിക്കുന്ന ഒരു മനസ്സുണ്ട്. അതാണ്, അതായത് ഒരു പാർട്ട്ണർ വേണമെന്നും കുടുംബജീവിതം വേണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന, ഒരു ഫാമിലി ലൈഫ് വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മനസ്സ് ഉള്ള ഒരാളാണ് നിങ്ങൾ. ഓക്കെ, ചില പേർക്ക് ഇതൊരു സെക്കൻഡ് മാരേജ് ആവാം. പക്ഷേ അതിങ്ങനെ പറഞ്ഞ പോലെ ആ ഒരു സ്ട്രോങ് എക്സ്റ്റീരിയർ ഇങ്ങനെ ബിൽഡപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ട് ആ ഉള്ളിലുള്ള ഫീലിങ്സ് ഒന്നും പുറത്ത് കാണിക്കാതെ അതിങ്ങനെ സപ്രസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു മെയിൻ കാരണം ഒരു പേടിയായിരിക്കാം, ഫിയർ പോലെ തോന്നുന്നു എനിക്ക്. അതായത് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായാൽ, അത് ഒരു മാരേജിലേക്ക് പോയാൽ എനിക്കിത് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുമോ എന്നൊക്കെയുള്ള ഒരു ഭയം. അപ്പോൾ ആദ്യം നമ്മൾ ആ ഒരു ഫിയറിനെ ഓവർകം ചെയ്യുകയാണ് വേണ്ടത്. ഓക്കെ, പിന്നെ നിങ്ങൾ ഒരുപാട് ഒറ്റയ്ക്കിരിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരാണെന്ന് തോന്നുന്നു. ഹെർമിറ്റ് കാർഡ് ഉണ്ട്. ലോൺലി ആയിട്ട് ജീവിക്കാൻ ഇഷ്ടമുള്ള, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഓൾറെഡി അങ്ങനെ ജീവിക്കുന്നവരുണ്ടാവാം ഇതിനകത്ത്, അല്ലെങ്കിൽ ഒറ്റയ്ക്കിരിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാവാം ഒരുപാട്. അപ്പോൾ നിങ്ങൾ ആ സമയത്ത് ഒരുപാട് ഓവർ തിങ്ക് ചെയ്യാതെ, നെഗറ്റീവ് തോട്ട്സൊക്കെ വന്നിട്ട് ഒരുപാട് ഇങ്ങനെ തിങ്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ, നിങ്ങളുടെ തോട്ട്സിനെ ജസ്റ്റ് ഒരു ഷീറ്റ് ഓഫ് പേപ്പറിൽ എഴുതി വയ്ക്കുക. ഓക്കെ, ദെൻ അത് റിപ്പീറ്റ് ചെയ്തൊരു 10 പ്രാവശ്യം നിങ്ങൾ തന്നെ വായിച്ച് നോക്കുക. അപ്പോൾ കുറച്ച് സമയം അപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും എന്തൊക്കെ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ഫീലിങ്സ് എന്തൊക്കെയാണ്, എൻ്റെ ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്, എവിടെയാണ് ബ്ലോക്ക് വരുന്നത്. അപ്പം നമ്മൾക്ക് തന്നെ സ്വയം ഹീൽ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡും കൂടിയാണിത്. ഓക്കെ, അപ്പം ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വായിച്ച് നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് ജസ്റ്റ് ആ പേപ്പർ ഇങ്ങനെ കീറിക്കളയാം. വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു ഹീലിംഗ് മെത്തേഡാണിത്. അതായത് നമ്മളുടെ പ്രശ്നങ്ങളെ, നമ്മളുടെ പ്രോബ്ലംസിനെ, ആ ഉള്ളിലുള്ള പ്രശ്നങ്ങളെ നമ്മൾ തന്നെ അഡ്രസ്സ് ചെയ്യുകയാണ്. റൈറ്റ്? ഓക്കെ, നമ്മുടെ ഫ്യൂച്ചർ സ്പൗസിലേക്ക് പോവാം. ഈ വ്യക്തി ഫിസിക്കൽ അപ്പിയറൻസ് പറയുകയാണെങ്കിൽ ഒരു മീഡിയം ടു ടോൾ ഹൈറ്റ് ആയിരിക്കാം. ഹെയർ കുറച്ച് ലെന്തി ആയിട്ടാണ് മനസ്സിലാവുന്നത്. കുറച്ച് ലൂസായിട്ടുള്ള ഗാർമെൻറ്റ്സ് ഒക്കെ ഇടാൻ, അതായത് ബോഡി ടൈറ്റ് ആയിട്ടുള്ള ഡ്രസ്സൊന്നും ഇടാൻ അത് ഇഷ്ടമുള്ള ഒരാളായിരിക്കില്ല. ചില പേർക്ക് ഫോർഹെഡിൽ, അതായത് നെറ്റിയിൽ എന്തെങ്കിലും ഒരു സ്കാറോ എന്തെങ്കിലും ഒരു മാർക്കോ ഉണ്ടായിരിക്കാം. കൈകൾക്ക്, അതായത് ഫിംഗേഴ്സിനൊക്കെ വളരെ നീളം, അതായത് ലെന്തി ആയിട്ടുള്ള വിരലുകളായിരിക്കാം. അതുപോലെ കുറച്ച് ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്ന ആളായിരിക്കാം, പെട്ടെന്ന് വേഗത്തിൽ നടക്കുന്ന. ഈ വ്യക്തിയെ ഒരാൾ പെട്ടെന്ന് നോക്കുമ്പോൾ ക്യാച്ചി ആയിട്ട് തോന്നുന്നത് അവരുടെ ഹെയർ, മുടി, അല്ലെങ്കിൽ അവരുടെ നോസ്, മൂക്ക്. ഓക്കെ, ഇനി നമുക്ക് കോമ്പാറ്റബിലിറ്റിയിലേക്ക് വരാം. അത് ഫിസിക്കൽ കോമ്പാറ്റബിലിറ്റി പറയുകയാണെങ്കിൽ ഇവിടെ എനിക്ക് മനസ്സിലാവുന്നത് ഒരു 70% ആൾക്കാർക്കും നിങ്ങൾ തമ്മിൽ ഫിസിക്കൽ അപ്പിയറൻസിൽ വളരെ ഡിഫറൻസ് ഉണ്ട്. ഹൈറ്റ് ഡിഫറൻസസ് ആയിരിക്കാം, കളർ ഡിഫറൻസസ് ആയിരിക്കാം, ഓക്കെ, ഫാഷൻ സെൻസിലേക്ക് ഡിഫറൻസസ് ആയിരിക്കാം. ഫിസിക്കലി വളരെ ഡിഫറെൻ്റ് ആണ് നിങ്ങൾ രണ്ടുപേരും. മെൻ്റൽ കോമ്പാറ്റബിലിറ്റി ഒരു 85% കൊടുക്കാം. ഒരുപാട് സംസാരിക്കുന്ന വ്യക്തിയാണിത്.
പക്ഷേ ഇത് പെട്ടെന്ന് നടത്തുന്ന ഒരു മാരേജ് അല്ല. കുറച്ച് നാൾ നിങ്ങൾ തമ്മിൽ സംസാരിച്ച് പരസ്പരം കോമ്പാറ്റബിൾ ആണെന്ന് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഉറപ്പായതിനു ശേഷം മാത്രം നടത്തുന്ന ഒരു വിവാഹമാണിത്. പിന്നെ ഡിസഗ്രിമെൻറ്റ്സ് ഉണ്ടാകാം, ഓക്കെ, അതൊരു കോമൺ തിങ്. അങ്ങനെ ഒരു എടുത്തു പറയത്തക്ക രീതിയിലുള്ളൊരു മേജർ കോൺഫ്ലിക്ട്സ് ഒന്നും കാണുന്നില്ല. കാരണം ഇൻ്റലക്ച്വലി, അതായത് ബൗദ്ധികമായി ചിന്തിക്കുമ്പോൾ നിങ്ങൾ രണ്ടുപേരും ഏതാണ്ട് സെയിം പേജിൽ നിൽക്കുന്നവരാണ്. ഇൻട്രസ്റ്റുകളൊക്കെ സെയിമാണ്, അതാണ്. ഇഷ്ടങ്ങൾ സെയിം ആയിരിക്കാം. അതായത് ഇപ്പോൾ ഒരു മൂവി കാണാനാണെങ്കിൽ സെയിം ജോണറിൽപ്പെട്ട മൂവീസ് ആയിരിക്കാം കാണുന്നത്. ഇഷ്ടമുള്ള ട്രാവൽ ഡെസ്റ്റിനേഷൻസ്, ഇഷ്ടമുള്ള സ്ഥലങ്ങൾ, പോകാൻ ഇഷ്ടമുള്ള സ്ഥലങ്ങളൊക്കെ ഏതാണ്ട് സിമിലർ ആയിരിക്കാം. അങ്ങനെ എന്തെങ്കിലും ചില പെക്യൂലിയർ ആയിട്ടുള്ള ഇഷ്ടങ്ങളുണ്ടെങ്കിൽ അതിലൊക്കെ ഒരുപാട് സിമിലാരിറ്റീസ് കാണുന്നു. ഈ സ്പിരിച്വൽ കോമ്പാറ്റബിലിറ്റി പറയുമ്പോൾ ഒരു 50% കൊടുക്കാം, ഓക്കെ. കാരണം ഇതിലൊരാൾ വളരെ സ്പിരിച്വലാണ്, നിങ്ങളായിരിക്കാം. മറ്റേ ആൾക്ക് ഈ മതപരമായിട്ടുള്ള റിലീജിയസ് ബിലീഫ്സ് കൂടുതലുള്ള ആളാണ്. വർക്ക് റിലേറ്റഡ് ആയിട്ട് ഒരുപാട് ട്രാവൽ ചെയ്യുന്ന ആളാണ്. മേ ബി ക്ലയൻസിനെയൊക്കെ അങ്ങോട്ട് പോയി കാണുകയോ അല്ലെങ്കിൽ ബിസിനസ് ആവശ്യങ്ങൾക്കൊക്കെ ട്രാവൽ ചെയ്യുന്നതാവാം. ഇതെനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിൽ വർക്ക് ചെയ്യുന്ന ആളാവാനുള്ള ചാൻസ് കുറവാണ്, എബ്രോഡായിരിക്കാം. ഇനി നിങ്ങൾ എങ്ങനെ മീറ്റ് ചെയ്യുമെന്ന് ചോദിച്ചാൽ ഓൺലൈൻ മീറ്റിംഗ് ആയിരിക്കാം. ഓൺലൈൻ മീറ്റിംഗ് എന്ന് പറയുമ്പോൾ അതിൽ തന്നെ പല കേസസ് ഉണ്ടല്ലോ, അല്ലേ. നിങ്ങളുടെ ഒരു നെറ്റ്വർക്കിംഗ് എങ്ങനെയാണത് സോഷ്യൽ മീഡിയ വഴിയാവാം, അല്ലെന്നുണ്ടെങ്കിൽ മാട്രിമോണിയൽ സൈറ്റ് ഒക്കെ ആവാം. ഇനി ചില പേർക്ക് മറ്റൊരു വ്യക്തി വഴി കണ്ടുമുട്ടുന്നതും ആകാം. മറ്റൊരാളെന്ന് പറയുമ്പോൾ അതൊരു ഫ്രണ്ട് ആകാം, പാരൻസ് ആകാം. വാഹനങ്ങളോടൊക്കെ വളരെ ക്രേസ് ഉള്ള ഒരു വ്യക്തിയാണ്, ഓക്കെ. ആനിമൽസിനോടും ഭയങ്കര താല്പര്യമാണ്. ചിലപ്പോൾ പെറ്റ്സൊക്കെ ഉണ്ടായിരിക്കാം, പെറ്റ്സിനെയൊക്കെ വളർത്താൻ ഇഷ്ടമുള്ള ആളാണ്. എന്നെങ്കിലും ഒരു അതോറിറ്റി ലെവലിൽ എത്തണം, ഒരു പവർഫുൾ ആയിട്ടുള്ള പൊസിഷനിൽ എത്തണം എന്നുള്ള ആഗ്രഹം വെച്ച് പുലർത്തുന്നത്. അതായത് വളരെ അംബീഷ്യസ് ആണ്, ഓക്കെ. ലൈഫിനെക്കുറിച്ചും അതേപോലെ വർക്കിനെക്കുറിച്ചുമൊക്കെ ജോലിയെക്കുറിച്ചുമൊക്കെ ഒരുപാട് അംബീഷൻസ് ഉള്ള ആളാണ്. ഒരുപാട് എന്താ പറയുക, അതായത് ഒരു നോർമൽ എംപ്ലോയി ആയിട്ട് എവിടെയെങ്കിലും ജോലി ചെയ്യുന്ന വ്യക്തിയാണെങ്കിലും അതിൻ്റെ ഏറ്റവും ടോപ്പ് ലെവലിൽ എത്തണം എന്നാഗ്രഹിക്കുന്ന ഒരാളാണ്. അതിനുള്ള എല്ലാ ക്വാളിറ്റീസും കഴിവുകളും ഉള്ള ഒരാളും കൂടിയാണ്, ഓക്കെ. അപ്പോൾ എന്ന് മീറ്റ് ചെയ്യുമെന്ന് നമുക്ക് എനിക്ക് തോന്നുന്നില്ല, അടുത്ത് മീറ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി കാണുന്നില്ല. പെൻറ്റക്കിൾസിൻ്റെ കാർഡാണ് വന്നത്. സോ ഒരു 10 months അല്ലെങ്കിൽ ഒരു 1 to 2 years എടുക്കാമായിരിക്കും, ഓക്കെ. ഇനി ഓൾറെഡി കണ്ടുമുട്ടിയ ആൾക്കാരുടെ കാര്യമാണെങ്കിൽ ഇതൊരു നിങ്ങളുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് വെച്ചിരുന്ന ഒരാളായിരിക്കും, ഓക്കെ. ഫയൽ നമ്പർ 1. നമുക്ക് നെക്സ്റ്റ് ഫയലിലേക്ക് പോവാം. ഫയൽ നമ്പർ 2. ഈ ഒരു കാർഡ് സെലക്ട് ചെയ്തിട്ട് റീഡിംഗ് ആണ് അടുത്തത്. ഫയൽ നമ്പർ 2 അവരുടെ വ്യക്തിയെ കണ്ടുമുട്ടിയോ?
4 കാർഡ്സ് വേണം എനിക്ക്. ഓക്കെ, ഓക്കെ. Page of Swords. Knight of Pentacles. ഓക്കെ, പൈൽ നമ്പർ 2. നിങ്ങൾ കണ്ടുമുട്ടിയെന്ന് ചോദിച്ചാൽ നോ. ഓക്കെ, കംപ്ലീറ്റ്ലി നോ. പക്ഷേ ഇവിടെ നിങ്ങൾ ആക്ച്വലി ഒരു റിലേഷൻഷിപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരാളാണെന്ന് മനസ്സിലാക്കുന്നു. അതുപോലെ പാസ്റ്റിൽ ഒരുപാട് റിലേഷൻഷിപ്പ് ഫെയിലിയേഴ്സ് ഉണ്ടായിട്ടുണ്ടാവാം. ബട്ട് യു ആർ സ്റ്റിൽ ഹോപ്പ്ഫുൾ. വളരെ പ്രതീക്ഷയോട് കൂടി ഇരിക്കുകയാണ്. സോ ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട്. ഇത് വളരെ നിങ്ങളിതുവരെ മീറ്റ് ചെയ്തിട്ടില്ല, ബട്ട് ഈ വിവാഹം പെട്ടെന്ന് നടക്കും. വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടോ വളരെ പെട്ടെന്നോ നടക്കുന്ന ഒരു മാരേജ് ആയിരിക്കാം. നിങ്ങൾ ചിലപ്പോൾ മെൻ്റലി അത്ര പ്രിപ്പയർഡ് ആയിരിക്കില്ല. ഇതെനിക്കൊരു 80% ആൾക്കാർക്കും ഈ വർഷം തന്നെ വിവാഹം നടക്കാനുള്ളൊരു പോസിബിലിറ്റി കൂടുതൽ കാണുന്നുണ്ട്. പിന്നെ അൺഎക്സ്പെക്റ്റഡ് എന്ന് പറയുമ്പോൾ എന്തെങ്കിലും പല കാരണങ്ങളുണ്ടാവാം. അതായത് എന്തെങ്കിലും വിസ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസോ, അല്ലെങ്കിൽ പാരൻസ് തന്നെ പെട്ടെന്നൊരു പ്രപ്പോസൽ കൊണ്ടുവന്നിട്ട് ഇത് നമുക്ക് നടത്താം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തുകയോ, പല പോസിബിലിറ്റീസ് ഉണ്ടാവും. ഈ വ്യക്തി ഒരുപാട് ഫ്രണ്ട്സ് ഉള്ള ആളല്ല, വളരെ പ്രൈവറ്റ് ആയിട്ടുള്ള ഒരാളാണ്. പൈസീസ്, അതുപോലെ ക്യാൻസർ, ലിയോ, സാജിറ്റേറിയസ് ഒക്കെ സ്ട്രോങ് ആയിട്ട് കാണുന്നു, പ്രോമിനൻ്റ് ആയിട്ട് കാണുന്നു. ഓക്കെ, നിങ്ങളുടെ ചാർട്ടിലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ ചാർട്ടിലായിരിക്കും. സോ നിങ്ങൾക്ക് ഒരുപാട് എക്സ്പെക്റ്റേഷൻസ് ഉണ്ട്, നിങ്ങൾ ഒരുപാട് പ്രതീക്ഷ വയ്ക്കുന്നുണ്ട്. ചിലപ്പോൾ പാരൻസിൻ്റെ ആഗ്രഹങ്ങളായിരിക്കാം, അതൊക്കെ എനിക്ക് ഫുൾഫിൽ ചെയ്യണം മാരേജിലൂടെ എന്നൊക്കെയുള്ള ഒരു ചിന്തകളായിരിക്കാം. ഈ വ്യക്തി ഒരു നല്ല ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ഒരാളാണ്. അതായത് സൊസൈറ്റിയിൽ നമുക്ക് വളരെ റെപ്യൂട്ടഡ് ആയിട്ട് മാനിക്കുന്ന തരത്തിലുള്ള ഒരു ഫാമിലി സെറ്റപ്പിൽ നിന്ന് വരുന്ന ഒരു വ്യക്തിയാണ്. വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ആയിരിക്കും. അതുപോലെ നിങ്ങളുടെ കാര്യത്തിൽ വളരെ പ്രൊട്ടക്റ്റീവ് ആയിരിക്കും. പ്രൊട്ടക്റ്റീവ് എന്ന് വെറുതെ പറഞ്ഞാൽ പോരാ, വളരെ ഡിവോട്ടഡ് ആയിരിക്കും. ഓക്കെ, പിന്നെ എനിക്ക് മനസ്സിലാകുന്നത് പേജ് ഓഫ് പെൻറ്റക്കിൾസ്, നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ്. ഓക്കെ, ഈ വ്യക്തി നിറയെ പണവും സ്വർണവും അതുപോലെ എന്തെങ്കിലുമൊക്കെ മെറ്റീരിയൽ ആയിട്ടുള്ള, പ്രഷ്യസ് ആയിട്ടുള്ള വസ്തുക്കൾ സൂക്ഷിക്കുന്ന ഒരാളാണ്. ജ്വല്ലറി ബിസിനസ് പോലെയോ അല്ല എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ആവാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ ഫാമിലി പരമായി കിട്ടിയ സ്വത്തായിരിക്കാം. വെള്ളം, വാട്ടറുമായിട്ട് ബന്ധപ്പെട്ട, വാട്ടർ റിലേറ്റ് ചെയ്തിരുന്ന എന്തെങ്കിലും ജോലിയായിരിക്കാം ചെയ്യുന്നത്. എന്തായാലും ഒരു റിച്ച് ബാക്ക്ഗ്രൗണ്ടാണ്. ഓക്കെ, ലാൻഡ് പ്രോപ്പർട്ടീസും കാണുന്നു, ഭൂമി. അതൊന്നല്ല, രണ്ടോ അതിലധികമോ ഉണ്ടായിരിക്കും. കണ്ണട ഉപയോഗിക്കുന്ന ആളാണ്, സ്പെക്സ്. കയ്യിൽ എന്തെങ്കിലും ഓർണമെൻറ്റ്സ് ഉപയോഗിക്കുന്നുണ്ടാവാം, ബ്രേസ്ലെറ്റ്സോ മറ്റോ.
കൈകൾ ഒരുപാട് യൂസ് ചെയ്യുന്ന വ്യക്തിയാണ്. ചിലപ്പോൾ എന്തെങ്കിലും എഴുതാനോ മറ്റോ അല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ടുള്ള ആയിരിക്കാം. എന്തായാലും ഇതൊരു ഒരു ഒരു ബിഗ് പേഴ്സണാലിറ്റിയാണ്. ഓക്കെ, അപ്പിയറൻസിലും അതെ, ക്യാരക്ടറിലും അതെ. സോ ഫിസിക്കലി പറയുവാണെങ്കിൽ വെരി ടോൾ, നല്ല ടോളാണ്. ലേഡീസ് ആണെങ്കിലും ജെൻസ് ആണെങ്കിലും കുറച്ച് തിക്കായിട്ടുള്ള ബോഡി, ഇത് ഒരു കുറച്ച് ഫാറ്റി ആയിട്ടുള്ള ശരീരം, ബട്ട് ഒരു ക്യൂട്ട് ഫേസ്. ഒരുപാട് ട്രാവൽ ചെയ്ത അല്ലെങ്കിൽ ലോകം ഒരുപാട് കണ്ട ഒരു വ്യക്തിയാണ്. പക്ഷേ ഫ്രണ്ട്സൊക്കെ കുറവാണ്. അതുപോലെ ഇവരുടെ ഫാമിലിയിൽ എനിക്ക് കിട്ടുന്നത് എന്തെങ്കിലും സ്പെഷ്യലായിട്ടുള്ള റിച്വൽസ്, എന്തെങ്കിലും ആചാരങ്ങളൊക്കെ ഫോളോ ചെയ്യുന്ന ഒരു ഫാമിലി ആയിരിക്കാം. അതായത് എന്തെങ്കിലും കാവുകളൊക്കെ സംരക്ഷിക്കുന്നവർ, അല്ലെങ്കിൽ അവിടെ പ്രത്യേക തരത്തിലുള്ള എന്തെങ്കിലും പൂജകളൊക്കെ ചെയ്യുന്നവരോ. വളരെ ട്രഡീഷണലായൊരു ഫാമിലിയാണ്. ഓക്കെ, ജോയിൻറ്റ് ഫാമിലി ആവാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. ഒരുപാട് ആൾക്കാരുണ്ട് വീട്ടിൽ. ബട്ട് ഈ വ്യക്തി ഈ പറയുന്ന ട്രഡീഷൻസ് എല്ലാം ഫോളോ ചെയ്യുന്ന ആളാണോ എന്ന് ചോദിച്ചാൽ അല്ല, കുറച്ച് റിബൽ ആയിരിക്കാം. ബട്ട് ക്യാരക്ടറൊക്കെ നല്ലതാണ്. എല്ലാവരെയും ഒന്നിച്ച് കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അതായത് നിങ്ങളുടെ ഫാമിലിയും ഈ വ്യക്തിയുടെ ഫാമിലിയും ഒക്കെ ഈക്വൽ പ്രയോറിറ്റി കൊടുത്ത് അങ്ങനെ മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ഈ വ്യക്തി പഠിച്ചതുമൊക്കെ പുറത്തായിരിക്കാം, എബ്രോഡ് അല്ലെങ്കിൽ ഇന്ത്യക്കകത്ത് തന്നെ മറ്റ് സ്റ്റേറ്റ്സിലോ മറ്റോ. ഹൈലി എഡ്യൂക്കേറ്റഡ് ആണ്. ഒരു മാസ്റ്റേഴ്സോ അല്ലെങ്കിൽ PhD ആ ഒരു റേഞ്ചിലായിരിക്കും. ഫിസിക്കൽ കോമ്പാറ്റബിലിറ്റി പറയുമ്പോൾ നിങ്ങൾ തമ്മിലൊരു 60-65% കോമ്പാറ്റബിളാണ്. മെൻ്റൽ കോമ്പാറ്റബിലിറ്റി ഒരു 70-80% കൊടുക്കാം. ബട്ട് അത് മാരേജ് കഴിഞ്ഞിട്ടായിരിക്കും. ഓക്കെ, അതായത് മാരേജ് കഴിഞ്ഞിട്ടൊരു 1-2 വർഷത്തിന് ശേഷമായിരിക്കാം ഓക്കെ ഞാൻ ഈ വ്യക്തിയുമായിട്ട് ഇത്രയും കോമ്പാറ്റബിളാണ്, മാനസികമായിട്ട് ഇത്രയും പൊരുത്തമുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്ന അതിന് ശേഷമായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആ സമയമാകുമ്പോഴേക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഈ വ്യക്തിയെ. നിങ്ങളുമായി ഒന്നിച്ച് പോകാൻ ആഗ്രഹിക്കുന്ന, ഏതവസ്ഥയിലും ഒന്നിച്ച് നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. ആദ്യം അത് നിങ്ങൾക്ക് പക്ഷേ തോന്നണമെന്നില്ല. ഈ വ്യക്തി മാത്തമാറ്റിക്കലി വളരെ ഇൻ്റലിജൻ്റ് ആണ്. മാത്തമാറ്റിക്കൽ ഇൻ്റലിജൻസ് എന്ന് പറയുമ്പോൾ നമുക്കൊരു കണക്ക് കിട്ടിയാൽ അത് ചെയ്ത് നോക്കാതെ, കാൽക്കുലേറ്റർ ഉപയോഗിക്കാതെ മനസ്സിലിട്ട് ചെയ്യാനുള്ളൊരു കഴിവില്ല. അത് വളരെ ഷാർപ്പ് മൈൻഡഡ് ആണ്. വളരെ വേഗത്തിൽ ചിന്തിക്കാനുള്ള കഴിവാണ്. അതുപോലെ ആരെയും ഡിഫെൻഡ് ചെയ്യാനുള്ള അതായത് പ്രതിരോധിക്കാനുള്ള ഒരു കഴിവും കാണുന്നു. ഏത് സാഹചര്യങ്ങളെയും ഏത് വ്യക്തിയെയും അതായത് ഒരു ഡിഫെൻഡ് ചെയ്യേണ്ട സാഹചര്യം വന്നാൽ അതങ്ങനെയുണ്ട്. ചില പേർക്ക് അധികം അവർ സംസാരിക്കില്ല, പക്ഷെ ഒരു വാക്കോ ഒരു നോട്ടമോ കൊണ്ട് മറ്റ് ഒപ്പോസ് ചെയ്യാൻ വരുന്ന വ്യക്തിയെ സൈലൻ്റ് ആക്കി കളയും. അത്രയൊരു ഇൻ്റലിജൻ്റ് ആയൊരു വ്യക്തിയാണിത്. സ്പിരിച്വൽ കോമ്പാറ്റബിലിറ്റി ഒരു 40% കൊടുക്കാം കേട്ടോ. ഈ വ്യക്തി വളരെ സ്പിരിച്വലാണ്. ഓക്കെ, സ്വന്തം ജീവിതത്തിൻ്റെ അർത്ഥവും അർത്ഥശൂന്യതയും ഒക്കെ അറിയാവുന്ന ആളാണ്. ബട്ട് ഞാൻ 40 മാത്രം കൊടുത്തതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് സ്പിരിച്വൽ തോട്ട്സ് ഉണ്ടല്ലോ, അതായത് പല കാര്യങ്ങളിലും അങ്ങനെ സ്പിരിച്വലായിട്ടുള്ള ചില തോട്ട്സിലൊക്കെ നിങ്ങൾ തമ്മിൽ ഡിഫറൻസസ് ഉണ്ടായിരിക്കും. 2 കാഴ്ചപ്പാടുകളായിരിക്കും. അല്ല, പല കാര്യങ്ങളിലും 2 നിലപാടുകൾ വരാം. ഓക്കെ,
ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് കാണുന്നത്. അപ്പോൾ നമുക്ക് ഈ റീഡിങ് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ റീഡിങ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് റീഡിങ്ങിൽ കാണാം. അതുവരെ ബൈ.